എടാ എടാ കിച്ചു, സോറിടാ. നമ്മക്ക് ഇഷ്ടങ്ങൾ തുറന്നു പറയാനുള്ളതല്ലേ. അവക്കും എന്നെ ഇഷ്ടമായത് എന്റെ കുഴപ്പമില്ലല്ലോ. നീ ഒന്ന് ക്ഷമിക്ക് കിച്ചു. നിന്റെ നോട്ടൊക്കെ കണ്ടാ തോന്നും ഞാൻ മാത്രം പ്രേമിക്കുന്നേന്ന്. അവളും തിരിച്ചിഷ്ടപ്പെടുന്നില്ലേ? ഒന്ന് പറ ചെക്കു. അതെന്നെ കേട്ടില്ലേ? എന്നാലും നിനക്കെന്ത് യോഗ്യതയാടല്ലേ? യോഗ്യതയോ? ജോലിയും യോഗ്യതയും. യോഗ്യത ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഓഹോ, അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് നിങ്ങളാണല്ലേ? നിനക്കെല്ലാം അറിയായിരുന്നു. ഞാനൊരു പൊട്ടൻ. വൈ? വൺ മോർ ക്വസ്റ്റ്യൻ. ഹൗഡാ? പോടാ, നിന്നോട് പറയാനിരുന്നതാ. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പറയാൻ പറ്റില്ല. എന്നാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. യാ എക്സാക്ട്ലി. അതെ, നാളെ സെം റിസൾട്ട് വരുന്നത് ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? വാട്ട്? നോ. എപ്പോ? അത് ശരി, ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? നിനക്ക് എന്താണോ നല്ലൊരു ഭാവമാറ്റമില്ലാത്ത? എന്തായാലും പൊട്ടും ഉറപ്പാ. അതുകൊണ്ട് എന്റെ പെട്ടിയൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇറങ്ങി ഓടാലോ. നീയും പൊട്ടും, ഞാനും പൊട്ടും. നീയോ ജഗു? ഞാൻ എപ്പോഴേ പൊട്ടിയെന്ന് ചോദിച്ചാ പോരെ. ഇങ്ങനെ പറയുന്ന ഒരു തണ്ടികളെയും വിശ്വസിക്കരുത്, ശരിയാ? നീയെങ്ങാനും ജയിച്ച ഞാൻ നടന്നത് തന്നെ. ഞാൻ ജയിച്ച നിന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ആ എന്തായി? വന്നോ? അയ്യോ, എന്നിട്ട്? കിച്ചോനും നിനക്ക് 2 പേപ്പർ പോയി. ശുഭം. നിനക്കോ? എന്താടാ, ഫുള്ള് പോയോ? ഇല്ല, എനിക്ക് ഫുള്ള് കിട്ടി. എന്നെ കൊല്ലരുത്, ഞാൻ വീട്ടിൽ കാണും. ബൈ. കൂടെ നിന്ന് ചതിക്കായിരുന്നുല്ലേ? ചതിച്ചതാ. ഇന്നലെ എന്തൊരു ഡയലോഗായിരുന്നു. അവനെ ഞാൻ പെട്ടിയിലാക്കുന്നുണ്ട്. എടാ, ഇന്നു മുതൽ നമ്മൾ പഠിക്കും. 2 പേപ്പറല്ലേ, നമ്മക്ക് സിമ്പിളായിട്ട് കിട്ടുന്നേ. അവൻ അറിയരുത്, പക്ഷെ നമ്മൾ പഠിക്കണേ. ഇന്നു മുതൽ ഫുൾ കമ്പൈൻ സ്റ്റഡി. അത്രയുള്ളൂ. ഈ കിച്ചു താഴത്തില്ലടാ, പക്ഷെ വീട്ടുകാരിന്ന് താഴ്ത്തും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. അത് വലിയൊരു കടമ്പയാണല്ലോ അല്ലേ? ചാടിക്കടക്കാം. ചാടിക്കോ, പക്ഷെ നീ വലിയ വില കൊടുക്കേണ്ടി വരും. എനിക്ക് വീട്ടിൽ പോണ്ട. മാമ, കിച്ചു ഇല്ലേ? എന്താ ഈ വഴിക്ക്? നിങ്ങളൊക്കെ എന്തിനു കോളേജിൽ പോവാടാ? എന്റെ നന്ദുവിനെ കണ്ടോ നിങ്ങള്? കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും അവൻ നല്ല മാർക്കോടെ പാസ്സായില്ലേ? അവന് ചക്ക വീണ് മോയല് ചത്ത് കിട്ടിയതാ. എന്നാലും സ്വന്തം കഴിവില്ലായ്മ സമ്മതിക്കരുത്. നിന്റെയൊക്കെ ഫ്യൂച്ചർ കൾച്ചറൽ പ്രോഗ്രാംസ് എന്താ? എന്താന്ന്? ഭാവി കലാപരിപാടികൾ എന്താന്ന്? ഞാൻ മണ്ണിലോട്ട് ഇറങ്ങിയാലോന്ന് വിചാരിക്കുക. എന്തിന്? മണ്ണിരേനെ പിടിക്കാനോ? അല്ല, കൃഷി. എന്ത് കൃഷി? മാംഗോ, പൈനാപ്പിൾ, നെല്ലിക്ക, റോസാപ്പിൾ. റോസാപ്പിളോ? ഒന്ന് തർജ്ജമ ചെയ്. ചാമ്പക്ക. ഇതൊക്കെ ആവുമ്പോ ഉപ്പിലിട്ട് വെക്കാലോ. എങ്ങനെ? ഒരു പിടിക്ക് 2 പക്ഷി. ബിസിനസ് ഫുള്ള് കുത്തനെ കയറുന്നേ. ശരിയാ, കുറച്ച് കുപ്പിയിലാക്കിയ കടൽ തീരത്ത് പോയിരുന്നോ? അയ്യോ, വന്നല്ലോ എന്റെ ദുസ്വപ്നം. ഭൂതത്തിനോട് പിന്നെ ഭാവി ചോദിക്കുന്നില്ല. എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. നടന്നപ്പോ കാല് തെറ്റി കയറിയതാ. ഞാൻ പോട്ടെ. എന്നാ ഞാനും അങ്ങോട്ട്. എങ്ങോട്ട്? കമ്പൈൻ സ്റ്റഡിക്ക്. എന്റെ മോനെ, ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് അവന്റെ പേപ്പറിൽ ഫുൾ ഉത്തരങ്ങളായിരുന്നു, അറിയോ? മതി, ബാക്കി എനിക്കറിയാം. പൊക്കോ. ഇതൊക്കെ എന്താടാ? എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. ബാക്കിയെല്ലാം തലച്ചോറിലുണ്ടല്ലോ. എന്നാലും നന്ദ എങ്ങനെ പാസ്സായി? അവൻ 24 മണിക്കൂറും നമ്മുടെ കൂടെ അല്ലേ? ശരിയാ,
അതാ എനിക്ക് പറയാത്ത. എല്ലാം അറിയാം പുഷ്പയ്ക്ക് ചില കാര്യങ്ങൾ അറിയില്ല. എന്തുവാടാ അറിയാത്ത? ആർക്ക്? ഒന്നുമില്ല, ബാ പഠിക്കാം. ഫ്രണ്ട്സ്, ഏതാ അപശബ്ദം? ഓ, ആരാ? മനസ്സിലായില്ല. എന്താടാ നിങ്ങളിങ്ങനെ? ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ പാസ്സാവുന്നു. നിങ്ങൾ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യല്ലേ? ഇല്ലടാ, ഞങ്ങളൊരു ബാനർ വെക്കാം, എന്നിട്ട് ചെണ്ട ഒട്ടാ. കൂടെ നിന്ന് ചതിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കിച്ചു, ഡോണ്ട് ഡു ദിസ്. നിങ്ങൾ എന്റെ മനസ്സിനെയാണ് വിഷമിപ്പിക്കണേ. ഞാനങ്ങ് സഹിച്ചു. ഇവിടെ മുള്ളരുത്, പുറത്തു പോ. വേണ്ടാ, നിങ്ങളെ പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു മന്തി വിത്ത് സ്പ്രൈറ്റ്. ഇങ്ങനൊരു പാഴ്ജന്മ. മന്തിന്ന് കേട്ട അവിടെ കമഴ്ന്നടിച്ച് വീണോളൂ. നിനക്കോ കിച്ചു? എനിക്കൊരു ഫുള്ള് പെരുപെരി. ഐ ശരി, നീ അപ്പൊ തെന്നി വീണതായിരിക്കൂലേ? നിങ്ങൾ എങ്ങോട്ടാ? ഇന്ന് നന്ദുവിന് ചെലവാ. നിങ്ങള് വരുന്നോ? ദേ എപ്പോ വന്നു ചോദിച്ചാ പോരെ. താങ്ക് യു ഡസക്കരേ, നീയാടാ അളിയൻ. അയ്യോ, ഞാൻ മറന്നുപോയി. സാരില്ല, ഇനി ശീലായിക്കോളൂ. നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ? നെഞ്ചിനകത്തൊരു വേദന ഉണ്ടോ അത് കാണുമ്പോ? സാരില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിക്കോ. നീയും എന്തിന്? ദേ അങ്ങോട്ട് നോക്കിക്കേ. ഇവൾ അടിയിൽ വല്ല ഉരുളി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ എങ്ങോട്ടാ? എന്റെ പോക്കറ്റിൽ ഇനി കാറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നിനക്ക് ദൈവം തന്ന 8ന്റെ പണിയാടാ. ഇത് 8 16 പാവങ്ങൾ. ആദ്യമായിട്ടാന്ന് തോന്നുന്നു നല്ല രുചിയുള്ള ഫുഡ് കഴിക്കണേ. കണ്ടില്ലേ ആനന്ദക്കണ്ണീർ? ആനന്ദക്കണ്ണീരല്ല, അത് എരിഞ്ഞിട്ടാ. ഡീ, കുറച്ച് വെള്ളം കുടിക്ക്. നോ, എനിക്ക് നല്ല സ്പൈസ് ടോളറൻസാ. അമ്മേ, അത് ഞാൻ കാണുന്നുണ്ട്. ഫുഡിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു അല്ലേ? ശരിയാ, ഇവിടെ എന്തോ ഒരു കുറവ്. അത് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ ശരിയാക്കാന്ന് പറയാട്ടോ. മക്കള് നടന്നേ. നമ്മള് വല്ല ലോണും എടുക്കേണ്ടി വരുമോ കിച്ചു? നമ്മളല്ല, നീ. എന്റെ കാര്യത്തിൽ ഉറപ്പില്ല. അതെന്താ? വളഞ്ഞിട്ടില്ലല്ലോ. ശരിയാ, നമുക്ക് ബീച്ചിൽ പോയാലോ? വൈ നോട്ട്? ഞാൻ വഴി കാണിച്ചു തരാം. ഓ, ഒരു പെണ്ണിനെ കിട്ടിയപ്പോ നമ്മളെയൊന്നും വേണ്ട. എന്തായാലേ നന്ദു ഇവൻ ഇങ്ങനെ? ശരിയാ, എന്നാ ഞാൻ അങ്ങോട്ട്. നിനക്കും വഴി കാണിക്കണായിരിക്കും. ചെല്ല് ചെല്ല്. ആ ചിരി, ആ കണ്ണുകൾ, അവൾ ആ മുടിയൊന്ന് മാറ്റിയ. ഉഫ്, എന്റെ സാരേ, ഫ്രഷ് ഫ്രഷ്. കൊള്ളപ്പന്നി കളഞ്ഞു. എടാ, ഞാനിപ്പോ വരാട്ടോ. എങ്ങോട്ടടാ? ഇവിടെ അടുത്ത് വരെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് തീരുന്നു. ഇവനിതെങ്ങോട്ടാ? അവനിപ്പൊ നിന്റെ ആരാ? എന്റെ ആരാ? എന്റെ അളിയൻ. സിമ്പിൾ. എന്റെ കൈ പിടിച്ചോ. എന്തിനാ? കുഴഞ്ഞു വീണാലോ? പോടാ. എങ്ങനാണെന്ന് എന്റെ കൊച്ച ചെന്ന് ചാടിയതോ? ഗുണാക്കേ വരിപ്പോയി, പാവം. നീ ഇത്രയും പെട്ടെന്ന് വന്നോ? ചെറുതായിട്ട്. ഒത്തില്ലേ? ഇല്ല, സാരില്ല, ബാ, തീരണ്ട. നീ അവളോട് പറയുന്നില്ലേ എന്തു തീരണ്ടാനോ? അല്ല, അവളോട് ഇഷ്ടാന്ന് പറയുന്നില്ലേന്ന്. പറയാം, ടൈമുണ്ടല്ലോ. സമയം നോക്കിയിരുന്നോ, അവളാരേലും വളച്ചോണ്ട് പോവും. അല്ലേ വേണ്ട, ഇപ്പൊ തന്നെ പറയാലേ. അതിന് നിനക്ക് തോന്നുന്നുണ്ടോ അവള് നിനക്ക് വളയുന്നു? ഈ നെഗറ്റീവോളീനെ ഞാൻ. എന്റെ ഈ ഫേസ്, എന്റെ ഈ സ്നേഹം, എന്റെ ഈ ഹൃദയം അവളുടെ കയ്യിലാ. ഇനി ഈ ഹൃദയത്തിന്റെ പൂട്ട് തുറക്കാനുള്ള താക്കോൽ. അവളത് തുറന്നാ പിന്നെ
ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് പ്രേമം, കല്യാണം, കുട്ടികൾ, പിന്നെ പാമ്പേഴ്സായി, മൂത്രം തുളയ്ക്കലായി, കരച്ചിലായി. ഡ്രീം. ഈ പന്നീന്റെ വായിൽ ഞാൻ വല്ല പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കും. ജഗ്ഗു, നീ കുറച്ച് മുതിർന്നവരെ പോലെ പെരുമാറൂ. എടാ, എനിക്ക് അവളെ വളയ്ക്കണം. ഇപ്പൊ ഇവിടെ വെച്ച് ഒറ്റ മൈൻഡില്. തൽക്കാലത്തേക്ക് സ്പ്രിങ് മതിയോ? ഇനി നീ നിന്റെ വാളി ഞാൻ പണം തിരിഞ്ഞു. ചെറുപഴം മതിയേ. നന്ദോ, എനിക്ക് തീരെ പിടിക്കണില്ല കേട്ടോ. കൺട്രോൾ കിച്ചു, കൺട്രോൾ. നിനക്ക് ഐസ്ക്രീം വേണോ? എന്തിന്? തല തണുപ്പിക്കാൻ. യു ടു അല്ലേ? വാ, ഐസ്ക്രീം തിന്നോണ്ട് ആലോചിക്കാം. എനിക്ക് പച്ച, എന്നാ എനിക്ക് പിങ്ക്. നമുക്കൊരു പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്താലോ? ഏയ്യ, ക്ലീശ, വെറൈറ്റി പിടിക്ക്. ചേറ്റ. ഒരു ഐഡിയ, മഞ്ചു കൊടുത്താലോ? വേണ്ട വേണ്ട, ക്രിഞ്ചാവും. കിട്ടി കിട്ടി. പറ പറ. നമുക്കൊരു ബബിള് ഊതുന്ന സാധനം മേടിക്കാം. എന്നിട്ട് ഞങ്ങള് ബബിള് ഊതാം. അപ്പൊ നീ ഇങ്ങനെ മെല്ലെ നടന്ന് അവളുടെ അടുത്ത് ചെല്ലണം. എന്നിട്ട് ഇഷ്ടാന്ന് പറയണം. ബബിൾ, സൺസെറ്റ്. ഹായ്, ഇത് പൊളിക്കും. എനിക്കും വേണം ബബിളൂതി. ആ, മേടിച്ചു തരാം. ആദ്യം നീ ഈ ബബിളൂതി. എല്ലാം സെറ്റ് അല്ലേ? യെസ് ബോസ്. ഒരു ട്രയല് നടത്തിയാലോ? നല്ല തീരുമാനം. ഇപ്പൊ എല്ലാം സെറ്റ്. പോയിക്കോ. ആയുഷ്മാൻ ബാബ. ബാബഹേ, ആയുഷ്മാൻ ബാബ. ഡാടാടാടാ, നല്ല കാലത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കാതടാ തെണ്ടി. നീ ഇങ്ങനെ പോയ അവള് മേടിച്ചോ? അയ്യേ ജഗ്ഗു, നോ, തളർത്തരുത്. നമ്മളല്ലേ ഇവന് സപ്പോർട്ട് കൊടുക്കണ്ടേ? അതല്ല, അവ സിബ് ഇട്ടിട്ടില്ല. നന്നായി പറഞ്ഞത്. അല്ല, അവള് പേടിച്ചിട്ട് പിന്നെ മുഖത്തോട്ട് പോലും നോക്കൂലായിരുന്നു. ഓക്കെ, ഇപ്പൊ എല്ലാം സെറ്റ്. എടാ പൊട്ടാ, ബീജിയോ സ്ലോ മോഷൻ ഒക്കെ ചേച്ചിട്ടോളും. സാധാ പോലെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പോടാ. ഓ, ടെൻഷൻ ടെൻഷൻ. ഓക്കെ, ഊതിക്കോ ഊതിക്കോ. അമ്മു, എനിക്കൊരു കാര്യം. ഹായ് ബബിൾ. അമ്മു വാ പൊട്ടിക്ക. കളഞ്ഞ്. ഇതിപ്പോ ഇവിടുന്ന് പൊട്ടി മുളച്ച്. പൊട്ടാ നിർത്തടാ, സീങ്ങളായി. ശേ, നല്ല രസമുണ്ടായിരുന്നു. എന്താ കിച്ചു? ഒന്നുമില്ല, ഒരു ഞണ്ട് കടിച്ച. വിഷമിക്കണ്ട. കൂടെ തിണ്ടി. അവളൊന്ന് കെട്ടിക്കൊണ്ടുപോവോ? ഓഫ് കോഴ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നന്ദു, നിനക്ക് കെട്ടി കൊച്ചുങ്ങളുണ്ടാവാൻ ആഗ്രഹമുണ്ടോ? പിന്നെ ഇല്ലാണ്ട്. എന്നാ ചച്ചുനെ രക്ഷിക്കേണ്ട കടമ നിനക്കാ. ഇങ്ങനെ പോയാ കിച്ച അവളെ കൊല്ലും. പിന്നെ നീ ചെറുപ്പത്തിലേ വിധവനായി നടക്കേണ്ടി വരും. അല്ല, കല്യാണം കഴിച്ചാലല്ലേ വിധവനാവൂ? അതിനിവിടെ പ്രസക്തിയില്ല. എടാ കിച്ചു, നീ ഇങ്ങനെ കുണ്ടിതപ്പെടാതെ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ദേ ലത്. എനിക്ക് പിന്നെ പെണ്ണെ കിട്ടൂല. പിന്നെ അല്ലേ ക്യൂ ആണല്ലോ. അവള് വിചാരിച്ചാലേ ഇനി എന്തേലും നടക്കൂ. ശരിയാവോടാ? എല്ലാം ശരിയാവും. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ, യു നോ. ചച്ചൂസേ, എന്താ? എന്നെ എടുക്കുവാ? കണ്ണ് കണ്ടൂടെ? ആ, അമ്മ ഇവിടെ. എന്താ ഒരിളക്കം? ഏയ്, നിന്നെപ്പോലൊരു അനിയത്തിനെ കിട്ടണ കിച്ചു ഭാഗ്യം ചെയ്യണം. പക്ഷെ ആ തണ്ടിക്ക് നിന്റെ വില അറിയില്ല. ചേറ്റ, നിന്റെ അത്ര കഴിവും ബുദ്ധിയൊന്നും അവനില്ലാന്നേ. നല്ല പതയുന്ന സോപ്പാണല്ലോ.
നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങളല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കേറി പോരെ. നിങ്ങളോട് ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് പറയാന്നല്ലേ പറഞ്ഞേ? അതേ, കാര്യം പറഞ്ഞില്ല. അത് പിന്നെ അമ്മൂനെ വളക്കണായിരിക്കും. അത് നിനക്ക് എങ്ങനെ അറിയാ? ഇവൻ പറഞ്ഞു. നിനക്ക് പിന്നെ തരാടാ. അല്ല, അപ്പൊ കാര്യം നടക്കണ്ടേ? ഇനി നീ മിണ്ടരുത്. കുട്ടികളെ പോലെ അടി ഉണ്ടാക്കാതെ. എന്താ കുട്ടികളെ ഇത്? അവക്ക് ബോയ് ഫ്രണ്ട് എങ്ങാനുണ്ടോ? എന്റെ അറിവില് ഇതുവരെ ഇല്ല. മതി, അത് കേട്ടാ മതി. എന്നാ വാ പോവാ. ബാക്കി നിന്റെ അപ്പൻ ചോദിക്കോ? സോറി, യു കണ്ടിന്യൂ. അവക്ക് എന്തൊക്കെയാ ഇഷ്ടം? ഫുഡ് മൈക്കിൾ ജാക്സൺ, യേശുദാസ്, AR റഹ്മാൻ, ഇളയരാജ. ഇത് കുറെ ഉണ്ടല്ലോ. ഇത് വേണ്ട, ഇത് വേണ്ട. അവക്കൊരു ചെക്കന് വേണ്ട കഴിവെന്തൊക്കെയാ? അത് നീ അറിയണ്ട. വൈ? കാരണം നിനക്ക് ആ കഴിവൊന്നുമില്ല. ചച്ചോ, ഈ ഏട്ടന് ഒന്ന് ഹെൽപ്പ് ചെയ്യടേ. എന്ത് തരും? ഇവനെ ഞാൻ കെട്ടിച്ചു തരാം. അയ്യ, അല്ലേലും ഞാൻ അവനെ കിട്ടും. ഷോ, പോ അവിടുന്ന്. ഓ, എന്ത് വേണേലും തരാം. ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കോ പ്ലീസ്. ആ കാല് പിടിക്കാം. വഴി ഞാൻ ഉണ്ടാക്കി തരാ. അവക്ക് ഈ ക്ലേശ പരിപാടിയൊന്നും ഇഷ്ടാവൂല. നീ കുറച്ച് ദുട്ടിറക്കേണ്ടി വരും. എന്തിന്? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അതിന് കുഴിയില്ലാത്ത അപ്പം ചുട്ടാ പോരെ. വേണ്ടല്ലേ, ഞാൻ ചുട്ടോളാം, നീ എണ്ണിക്കോ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 1, നീ ഒരു സൂക്ഷ്മ ദർശകനാകണം. എന്നിട്ട്? അതും ഞാൻ പറഞ്ഞു തരണോ? വേണ്ട, ബാക്കി പറ. സെക്കൻഡ് സ്റ്റെപ്പ്, അവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവളുടെ ഇഷ്ടങ്ങളുമായി നീ സിങ്ക് ആവണം. ലാസ്റ്റ് സ്റ്റെപ്പ്, അവൾ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്നറിഞ്ഞ പെർഫെക്റ്റ് ടൈം നോക്കിയിട്ട് പ്രപ്പോസ് ചെയ്യാം. നീട്ടിക്കൊണ്ടുപോയാൽ ചിലപ്പോൾ ആദ്യം വന്ന ഫീലിങ്സ് ഒക്കെ തിരിച്ചു പോകും. അയ്യേ, ഇതാണോ അത്ര വലിയ ഐഡിയ? പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്വന്തം പോയാ പോരെ. നീ അത് കാര്യാക്കണ്ട. അല്ല, ഇതില് ദുട്ട എവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞില്ല. അതെനിക്കുള്ളതാ. നിനക്കെന്തിനാ കമ്മീഷൻ? ഞാൻ നിന്റെ ഏട്ടനാ ചച്ചു. ഈ കാര്യത്തിൽ ഞാൻ നിന്റെ ബ്രോക്കറാ. എന്റെ ആവശ്യമായി പോയി. അല്ലേ കാണായിരുന്നു. ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ? അത് തുടങ്ങി കഴിഞ്ഞല്ലോ. സെറ്റായ ക്രെഡിറ്റ് എനിക്ക്. അവളെയും കൂടെ നിനക്ക് തരാ. നിനക്ക് അവളെ കിട്ടൂലടാ ഏട്ടൻ തന്നെ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ നീ എടുത്തോ. അപ്പൊ ഇനി മിഷൻ കിമ്മു. കിമ്മോ? കിച്ചന്റെ കിയും അമ്മുന്റെ മൂ. കിമ്മു. അത് ഞാൻ ഇട്ടതല്ലേ. ഇത് എന്റെ കഥയാ. അപ്പൊ അത് എനിക്കുള്ളതാ. നീ പോടാ.